ചെറുപ്പക്കാരിയായ ബീവിനെ പോലത്തെ ആയിഷ ബീവിനെ പോലത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന ബേജാറ് അവർക്കിടയിൽ വല്ല കുഴപ്പമുണ്ടോ? ഒരാളെ കല്യാണം കഴിച്ചു ഭയങ്കര ഹാപ്പിയാണ് ആണും പെണ്ണും. പിന്നെ നാട്ടുകാരിങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ആണും ഭർത്താവും ഭാര്യയും ഹാപ്പി ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഏറ്റവും മനോഹരായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി പറയുന്നതൊക്കെ നമുക്ക് അവസാനം പറയാറുണ്ട്. വളരെ മനോഹര ജീവിതമാണ്, വളരെ സുന്ദരമായ ജീവിതം. കഷ്ടപ്പാടുകൾ മൊത്തം ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ടുണ്ടായത്. യുദ്ധങ്ങളും പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ദഅവത്താണ്, ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ വീട്ടിൽ അവർ ഭയങ്കര രസകരമായ വളരെ മനോഹരമായ ജീവിതമാണ്. ബീവിക്കും നബിതങ്ങളുടെ എല്ലാ ബീവിമാർക്കും നബിതങ്ങൾക്കും വീട്ടിലെ ജീവിതം മനോഹരമാണ്. പിന്നൊരു സംശയം വരിക, ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച കുട്ടിന്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോവല്ലോ. അടുത്ത സംശയം വിദ്യാഭ്യാസം പോകുമോ എന്നാണ്. ചെറുപ്പത്തിൽ പെൺകുട്ടിനെ കല്യാണം കഴിച്ച അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോവോ എന്നാ. ആയിഷ ബീവിയെ പറ്റി അബൂ മൂസൽ അശ്അരി തങ്ങളും ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞു. ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ് സംശയം ചോദിക്കാൻ കിബാറും മിന സ്വഹാബികളിൽ പ്രഗൽഭരായ ആളുകൾ പോകുന്നത് ആയിഷ ബീവിന്റെ അടുത്തേക്കാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആൾ ആയിഷ ബീവിയായിരുന്നു. ഞാൻ ആരെയും തന്നെ കണ്ടിട്ടില്ല ആയിഷ ബീവിനെ പോലെ വിവരമുള്ള ഒരാളുണ്ടായിരുന്നില്ല. ആയിഷ ബീവിയെ പോലെ കവിതയിൽ സാഹിത്യത്തിൽ വിജ്ഞാനമുള്ള ഒരാൾ കണ്ടിട്ടില്ല. മെഡിസിൻ അത് ആയിഷ ബീവിക്ക് അറിയുന്നത്ര ആർക്കും അറിഞ്ഞിരുന്നില്ല എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഫന്നുകളായ ശാഖകളായ മേഖലയിൽ ഏറ്റവും വിവരമുള്ള ആൾ ആയിഷ ബീവി. അപ്പൊ വിദ്യാഭ്യാസവും തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ആയിഷ ബീവി മദീനയിലെ പ്രസിദ്ധയായ ഡോക്ടറായിരുന്നു. ബീവിന്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും വല്ല അസുഖവും വന്നാൽ അവര് ചികിത്സക്ക് വേണ്ടി ഓടിയെത്തുന്നത് ആയിഷ ബീവിന്റെ അടുത്തേക്കാണ്. ബീവിന്റെ കുടുംബത്തിലുള്ളവരെ ചികിത്സിക്കുന്നത് ആയിഷ ബീവിയാണ്. അക്കാലഘട്ടത്തിലെ ചികിത്സാ രീതിയിൽ ഏറ്റവും അതിൽ വിവരമുള്ളത് ആയിഷ ബീവിയായിരുന്നു.